ഹായ്, ഏവർക്കും നമസ്കാരം. അഡാ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നല്ലൊരു ജോലിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ നമുക്ക് അതിനൊരു സാധ്യത തുറന്നിടുകയാണ് അല്ലേ. അപ്പോൾ ഒത്തിരി വേക്കൻസികളുമായിട്ട്, അതായത് ഏകദേശം 11,500ഓളം വേക്കൻസി, 500ന് മുകളിൽ വേക്കൻസീസ് ആണ് NTPCയുടെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻസിലൂടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം നല്ല ഒരു ലൈഫ് സ്കെയിലുള്ള, അതായത് നല്ല സാലറി കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു അട്രാക്റ്റീവ് പോസ്റ്റിലേക്കായിരിക്കും മിക്ക ആൾക്കാരും ഒരു ജോലി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾക്ക്, ഒരു ഡിഗ്രി മാത്രമുള്ള ഒരാളിന്, അതല്ലെങ്കിൽ ഒരു +2 മാത്രമുള്ള ഒരാളിന്, ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചാൻസ് ആണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്നാണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ RRB NTPCയുടെ ആ നോട്ടിഫിക്കേഷൻ, 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാജുവേറ്റ് ലെവലിൽ കുറച്ച് പോസ്റ്റ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ കുറച്ച് പോസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ്, റെയിൽവേയുടെ പോർട്ടൽ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോം ഫില്ലപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 നോട്ടിഫിക്കേഷൻ വന്നു, 2ൻ്റെ ഫോം ഫില്ലപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 21 അണ്ടർ ഗ്രാജുവേറ്റും, ഒക്ടോബർ 13 നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നമുക്ക് ഡേറ്റ് എന്താ പറയുക, അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2 നോട്ടിഫിക്കേഷൻ വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റും ഉണ്ട്. എന്തൊക്കെ പോസ്റ്റുകളാണ്, ഇതിൻ്റെ എല്ലാം ജോബ് പ്രൊഫൈൽ എന്താണ്. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ ഇൻഡിവിജ്വൽ ജോബ് പ്രൊഫൈലും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ അതും കാണുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രം പോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എല്ലാം ഓൺ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തും കേട്ടോ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത്, നമുക്ക് ആ ഒരു ജോബ് പ്രൊഫൈൽസിൻ്റെ ഒരു കമ്പാരിസണും, ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഏത് സോണിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷനകത്ത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ്, ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 18 to 36 ഏജ് ലിമിറ്റ് തന്നിരിക്കുന്നത്. അത് എന്താ പറയുക, നമ്മുടെ കൊറോണയുടെ ഇതെല്ലാം വന്നിട്ടുള്ള ഏജ് റിലാക്സേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്, 18 to 36 എന്ന് പറയുന്നത്. പിന്നെ എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് അപേക്ഷിക്കാൻ പറ്റും. 2 പോസ്റ്റുകൾക്കാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളത്. 2 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും എന്ന് പറയുന്ന ഈ 2 പോസ്റ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ടൈപ്പിംഗ് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു സൈക്കോമെട്രി ടെസ്റ്റ്, അല്ലെങ്കിൽ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വരും. ഇത് മാത്രമാണ് ഡിഫറൻസ്. അപ്പോൾ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോൾ CBT ഒരു CBAT എക്സാം, അതുപോലെ നമ്മുടെ ഈ 2 പോസ്റ്റ്, ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അല്ലാതെ ബാക്കി നോർമലായിട്ട് എന്താ പറയുക, നമ്മുടെ CBT 1 CBT 2 മെഡിക്കൽ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അപ്പോൾ കഴിഞ്ഞ വർഷം 2019, 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2019 നോട്ടിഫിക്കേഷനകത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ 1-2 പോസ്റ്റുകൾ കമ്പൈൻ ചെയ്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത്. ഇത് പുതിയ പോസ്റ്റൊന്നും അല്ല, ഓൾറെഡി ഉള്ള പോസ്റ്റ് തന്നെയാണ്, ലെവൽ 6 പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന മുമ്പുണ്ടായിരുന്ന പോസ്റ്റിനെയും ഒരു കൊമേഴ്ഷ്യൽ അപ്രന്റീസ് എന്ന് പറയുന്ന എന്താ പറയുക ഒരു പോസ്റ്റിനെ കൂടെ കമ്പൈൻ ചെയ്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത്. ആ ഒരു സീനിയർ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന എന്താ പറയുക, സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനെ എന്താ പറയുക പ്രൊമോഷണൽ പോസ്റ്റാണ് എന്തെന്ന് പറയുക ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് 100% എന്താ പറയുക പ്രൊമോഷണൽ കോട്ടയും അതുപോലെ ഇന്റേണൽ എക്സാമും ഡിപ്പാർട്ട്മെന്റൽ എക്സാമും വഴി ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് ഒരു 15% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ബാക്കിയുള്ളത് ഇന്റേണൽ എക്സാമും അതുപോലെ പ്രൊമോഷണൽ കോട്ടയും വഴിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചാൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ വന്നിട്ടുള്ളതിൽ ലെവൽ 6 അത്യാവശ്യം നല്ല പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് വർക്ക് ലോഡ് കുറവുള്ള പോസ്റ്റ്, സാലറി ഉണ്ട്, അതുപോലെ ഒരു 60-ന് മുകളിൽ നമുക്ക് സാലറി കിട്ടും, അതുപോലെ വർക്ക് ലോഡ് കുറവുള്ള ഒരു പോസ്റ്റാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നമുക്ക് കീഴിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. അതുപോലെ എന്താ പറയുക, നമ്മുടെ ഒരു ക്ലറിക്കൽ ലെവലിലുള്ള ജോലി, ഒരു റെക്കോർഡിക്കൽ ലെവലിലുള്ള ജോലി, ഓക്കെ, അതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നതിനുള്ള ജോലിയാണ് നമുക്ക് ഈ ഒരു ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിലേക്ക് വരുന്നത്. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഒരു സ്റ്റേഷൻ്റെ കംപ്ലീറ്റ് ചുമതലയും വഹിക്കേണ്ട ഒരാളാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ട്രെയിൻ വരുന്നതും പോകുന്നതും, അവിടുത്തെ വരുമാനത്തിൻ്റെ കാര്യം,
അങ്ങനെ അവിടുത്തെ സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള ജോബാണ്. അതുപോലെ ഈ 2 ജോബ്സും റെപ്യൂട്ടബിൾ ജോബ്സ് ആണ് കേട്ടോ, യൂണിഫോം ജോബ്സ് ആണ്. അപ്പോൾ നമുക്ക് യൂണിഫോം ഉണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ജോബ് തന്നെയാണ്. അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേഷൻ മാസ്റ്റർ ജോബിനുണ്ട് കേട്ടോ, അത് ഓർത്തേക്കുക. അതുപോലെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ജോബാണ്. ലെവൽ 5 വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ വാങ്ങുന്നതിനെക്കാളും സാലറി നമുക്ക് വാങ്ങാൻ പറ്റും. അത് അലവൻസ് എന്നുള്ള രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ട്രാവലിംഗ് ഡ്യൂട്ടിയാണ്. നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ട്രെയിൻ നമ്മൾ എത്ര കിലോമീറ്റർ പോകുന്നു, ആ കിലോമീറ്റർ പോകുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഹോൾട്ട് ഉണ്ടാവാം, നമുക്ക് ടൈം കൂടുതൽ പല സ്ഥലങ്ങളിലും ട്രെയിൻ പിടിച്ചിടാനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ അവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം അലവൻസ്, ഓവർ ടൈം അലവൻസും നൈറ്റ് ഡ്യൂട്ടി അലവൻസും അങ്ങനെയുള്ള ഓരോ കിലോമീറ്റർ അലവൻസ്, മൈലേജ് അലവൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ കിട്ടുന്നുണ്ട്. ബേസിക് പേ ഒരു 29,200 ആണെങ്കിലും 1,00,000 മുകളിൽ സാലറി വാങ്ങുന്ന ആൾക്കാരും അതിനകത്തുണ്ട്. ഏകദേശം ഒരു മിനിമം ഒരു കുറഞ്ഞ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 വർഷം ആകുമ്പോഴത്തേക്ക് 80,000 രൂപയ്ക്ക് മുകളിൽ സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഗുഡ്സ് ട്രെയിൻ മാനേജർ നല്ലൊരു പോസ്റ്റാണ്. പക്ഷേ ട്രാവലിംഗ് ഡ്യൂട്ടിയാണ്. അതുപോലെ കംപ്ലീറ്റും ട്രെയിനിൻ്റെ ചെക്കിങ് ചെയ്യുക, അതെല്ലാം കൺഫേം ചെയ്യുക. അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ്സും അങ്ങനെ ഗാർഡ്സുമായിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻ ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നതും എന്ത് തന്നെയാണ്, നമ്മുടെ ഈ ഒരു ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി വയ്ക്കുക. അപ്പോൾ നല്ല പോസ്റ്റാണ്, സാലറി കൂടുതലാണ്, പക്ഷേ വർക്ക് കൂടുതലുണ്ട്, ട്രാവലിംഗ് ഉണ്ട്. നമുക്ക് ഒരു ഫിക്സഡ് ടൈം പറയാൻ പറ്റത്തില്ല, ഡ്യൂട്ടി ചെയ്യുന്നതിന് ഫിക്സഡ് ടൈം പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തായാലും ഒരു 10-12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 16 മണിക്കൂറോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുക. പിന്നെ സ്ത്രീകൾക്ക് നമുക്ക് അങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അല്ല ഏതെന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്ലറിക്കൽ ഡ്യൂട്ടിയാണ്. വലിയ പ്രശ്നം, നമുക്ക് ട്രെയിനിലൊന്നും പോകേണ്ടി വരത്തില്ല. അപ്പോൾ ഒരു ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒന്നുമില്ല, നമുക്കൊരു ഡേ ഷിഫ്റ്റിൽ വരുന്ന 2 പോസ്റ്റ് തന്നെയാണ്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഒത്തിരി നമ്മളൊരു ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ റെഡിയാണ്. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മുകളിലത് ഇത് ചെയ്യാം. എന്നാൽ നമുക്ക് അത്യാവശ്യം ഫിസിക്കൽ അല്ല. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് നമുക്ക് പോസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ണാടി വെച്ച ആൾക്കാർക്കൊന്നും ഈ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ തീരെ നമുക്ക് ഫിസിക്കലി ഓക്കെ അല്ല, നമുക്ക് കാഴ്ച കുറവാണ്. അവിടെ നോക്കുന്ന വിഷ്വലാണ്, നമ്മുടെ വിഷനാണ് നോക്കുന്നത്. അപ്പോൾ കാഴ്ച കുറവാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, C2 ഇത് വരുന്നത് നല്ല പോസ്റ്റ് തന്നെയാണ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്. ഇതിനെല്ലാം നമുക്ക് അലവൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നല്ല ഒരു 48 മുകളിലേക്ക് 48 രൂപയ്ക്ക് അടുപ്പിച്ച് സാലറി വാങ്ങാൻ പറ്റും ഈ 2 പോസ്റ്റുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ ഒരു സാലറി ലെവൽ, അതുപോലെ ജോബ് നാച്ചർ, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, നോക്കുക. ഇനി നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് പോകുമ്പോഴത്തേനും 12th ലെവലാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അവിടെ ഒരു 50% മിനിമം മാർക്ക് എന്ത് ചെയ്യേണ്ടത് വേണം. നോട്ട് ലെസ് ദാൻ 50% ആവരുത് കേട്ടോ. 50% മിനിമം മാർക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണം +2-ന്. അപ്പോൾ അതിൻ്റെ ബേസിക് പേ 21,700 കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഇതിനകത്തേക്കുള്ളത്. അപ്പോൾ ഇവിടുത്തെയും ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 33 വരുന്നത്. അതും കൊറോണയുടെ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഈ 18 to 33 എന്ന് പറയുന്നത്. +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഈ 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് 2-നകത്തും എന്താണ്, അവിടെ ഒരു ടൈപ്പിംഗ് പ്രൊവിഷൻസി അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് CBT1 CBT2 പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എന്നുള്ള രീതിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 50 രൂപയ്ക്ക് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല പോസ്റ്റ് തന്നെയാണ്. ഇതിനെ നമ്മുടെ എന്താ പറയുക, TC എന്നോ TT എന്നോ ഒക്കെ അറിയപ്പെടുന്ന ആ ഒരു പോസ്റ്റ് തന്നെയാണ്. ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ടിക്കറ്റ് എന്താ ചെക്കർ എന്നുള്ള രീതിക്കൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അതിനകത്ത് വരുന്നതാണ്. ഇത് ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു ഡെസിഗ്നേഷൻ അങ്ങ് മാറും. എവിടെയാണോ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അതിനനുസരിച്ച് ആ ഒരു ഡെസിഗ്നേഷൻ മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും അത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. അതിനനുസരിച്ചുള്ള അലവൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ. പിന്നെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയാലും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആയാലും ഇത് ക്ലറിക്കൽ ഡ്യൂട്ടിയാണ്, ഓഫീസ് ഡ്യൂട്ടി ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അത് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഉള്ളത് ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നതാണ്. ട്രെയിൻസ് ക്ലർക്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാലും ഒരു ക്ലറിക്കൽ പോസ്റ്റ് തന്നെയാണ്. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ അസിസ്റ്റ് ചെയ്യാനും, അതുപോലെ ട്രെയിൻസ് മാനേജർ അസിസ്റ്റ് ചെയ്യാനും, അതുപോലെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും, ഡേറ്റ എൻട്രി ലെവലിലുള്ള വർക്ക്സ് ഒക്കെയാണ് ഏതാണ് ട്രെയിൻസ് ക്ലർക്കിന് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു +2 ലെവൽ പോസ്റ്റിൽ അല്ലെങ്കിൽ എന്താ പറയുക, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അത്യാവശ്യം നല്ല പോസ്റ്റാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്. പിന്നെ ട്രെയിൻസ് ക്ലർക്കും ഈ അക്കൗണ്ട്സ് ആയാലും ജൂനിയർ ക്ലർക്ക് ആയാലും വലിയ പ്രശ്നമില്ല. പിന്നെ ഇതിനൊക്കെ അക്കൗണ്ട്സ് അറിയണോ അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. ടൈപ്പിംഗ് പ്രൊഫഷൻസി മാത്രം ഉണ്ടായാൽ മതി. അത് നമുക്ക് ടൈപ്പിംഗ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ ആ പ്രൊഫഷൻസി, ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പാസ്സാവണം. അത് പാസ്സായാലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റും ഗ്രാജുവേറ്റ് ലെവലിലും വരുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സാലറി ലെവൽ നോക്കുക, അത് പോസ്റ്റിംഗ് എവിടെ ആയിരിക്കും എന്ന് നോക്കുക, നമുക്ക് നമ്മുടെ RRBക്ക് അകത്ത് അതുണ്ടോ എന്ന് നോക്കുക. നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന RRB എന്ന് പറയുന്നത് നമ്മുടെ
സദേൺ റീജിയൻ തന്നെ നിങ്ങൾ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ലേഡീസ് ആയാലും ജെൻസ് ആയാലും സദേൺ റീജിയൻ തന്നെ നോക്കുന്നു പറഞ്ഞാൽ മതി. കാരണം ഇപ്പോഴത്തെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വേക്കൻസി ഏറ്റവും കൂടുതലുള്ള കൊൽക്കത്തയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയ്ക്കകത്ത് ഇതേ രീതിക്ക് തന്നെയായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ചിന്തിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ കൂടും, അവിടുത്തെ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? നമുക്ക് സദേൺ റീജിയനിലേക്ക് പോയാൽ മതി. പിന്നെ വേറെ എവിടെ വേണമെങ്കിൽ നമുക്ക് നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ നമുക്ക് അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്കവിടെ കിട്ടാം. പക്ഷേ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് എത്രയോ വർഷം, 6-7 വർഷങ്ങൾ കഴിഞ്ഞ് വേണം വരാൻ. അതും അവിടുത്തെ സാഹചര്യം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സദേൺ RRBs തന്നെയായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വേക്കൻസി വരുന്നത് സെക്കന്ദരാബാദ് വരുന്നുണ്ടാവും. അതുപോലെ നമുക്ക് മുംബൈ കൊടുക്കാം. സെൻട്രലിൽ നമുക്ക് കയറി ഒത്തിരി മുകളിൽ വേണ്ട, മുംബൈ സെൻട്രലിൽ നോക്കുമ്പോഴത്തേക്ക് മുംബൈ കൊടുക്കാം. പിന്നെ ചെന്നൈ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ TVM, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബംഗളൂരുവാണ്. ഇത്രയും RRBs നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പോസ്റ്റ് ആയാലും അതുപോലെ RRBs ആയാലും ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മുടെ എബിലിറ്റി നോക്കുക. ഓക്കെ, നമുക്ക് കാരണം ചെന്ന് വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. കാരണം അത്രയും നല്ല സാലറി നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ആ ഒരു ജോലിയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, പരീക്ഷ ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് 2 ചാനലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ബാങ്ക്, SSC റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ചാനൽ, അതിനകത്ത് കണ്ടൻസ് പോകുന്നുണ്ട്, നിങ്ങൾ നോക്കുക. അതുപോലെ നമ്മുടെ മെയിൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനകത്ത് നമ്മുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റ് വഴി നോക്കുക. പിന്നെ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. RRB NTPCയുടെ സെക്കൻഡ് ബാച്ച് ഒക്ടോബർ 1 തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 1 ആണ്, ഇനി അധികം ദിവസമില്ല. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉപയോഗം എന്ന് ചോദിച്ചാൽ, മന്ത് എൻഡ് ഓഫർ നടക്കുന്നുണ്ട്. മന്ത് എൻഡ് ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡബിൾ വാലിഡിറ്റിയും കിട്ടും. പിന്നെ ഒരു ഫ്രീ ബുക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഈ ഡബിൾ വാലിഡിറ്റി കിട്ടുന്നതിന് ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ മെഗാ പാക്കാണ്. കാരണം മെഗാ പാക്കിന് നോർമലായിട്ട് 3900 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ 6 മാസമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്ലസ് ഒരു 6 മന്തും കൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് 1 ഇയർ ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ആക്സസ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം നമ്മൾ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഗാ പാക്കിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് NTPCയുടെ ആയിക്കോട്ടെ, ഗ്രൂപ്പ് Dയുടെ ആയിക്കോട്ടെ, JEയുടെ ആയിക്കോട്ടെ, ടെക്നീഷ്യൻ്റെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, കേരള PS ആയിക്കോട്ടെ, എല്ലാ കോഴ്സും എല്ലാ ബാച്ചസും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡബിൾ വാലിഡിറ്റി സമയത്ത് നിങ്ങൾക്ക് ഈ എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? നമ്മുടെ മെഗാ പാക്ക് തന്നെയായിരിക്കും. അതല്ല ഇനി NTPC മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ RRB NTPC നിങ്ങൾക്ക് വാങ്ങിക്കാൻ 2299 രൂപയ്ക്കാണ് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം കിട്ടണമെന്നെങ്കിൽ, ഈ ഡിസ്കൗണ്ട് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡബിൾ വാലിഡിറ്റി എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിൽ വരിക. വെബ്സൈറ്റിൽ വന്നിട്ട് ADA 247 എടുക്കുക. ADA 247 വന്നിട്ട് ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. ഈ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ സ്റ്റേറ്റ് എക്സാംസ് വരിക. സ്റ്റേറ്റ് എക്സാംസിന് കേരള റെയിൽവേ എടുക്കുക. അപ്പോൾ നമുക്ക് NTPCയുടെ ബാച്ച് അവൈലബിൾ ആണ്. അവിടെ NTPCയുടെ ബാച്ചിന് ഡബിൾ വാലിഡിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേനും ഇവിടെ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യാൻ വരും. അപ്പോൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. 2299 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് ആപ്പിലാണെങ്കിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതല്ല മഹാപാക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് തന്നെ കേരള മഹാപാക്ക് എടുക്കുക. കേരള മഹാപാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. 4705 അല്ല, 3999 രൂപയ്ക്കാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്, ഞാൻ അതിൽ ജോയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയായിരിക്കും? നമ്മുടെ ഈ മഹാപാക്ക് തന്നെയായിരിക്കും. ADA 247 വരിക. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളതും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. സ്റ്റേറ്റ് എക്സാംസ് കേരള സ്റ്റേറ്റ് എടുക്കുക, കേരള മഹാപാക്ക് എടുക്കുക, Y907 എന്നുള്ള കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ. Y907 എന്നുള്ള കൂപ്പൺ കോഡ് ഉണ്ട്. കണ്ടോ, 3905 രൂപയ്ക്ക് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. 1 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീഡിയോ സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ.